അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ മിക്ക പെരുന്നാളിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, അത് മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. അതുതന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. മിക്കവരും ഇതിന് ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയായിട്ട് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, അത്ര ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു കടായിക്കകത്ത് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഓൺ ചെയ്യാം. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വാനില ഫ്ലേവറിലെ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ മധുരം അനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പഞ്ചസാര അലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളെല്ലാ ഇതിനും പായസവും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇതാണ് ഉണ്ടാക്കാറുള്ളത്. പുഡിംഗ് അത്ര അധികം അങ്ങ് ഉണ്ടാക്കാറില്ല, കാരണം ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇത് തന്നെ ഷെയർ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കസ്റ്റാർഡ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അത്ര ടൈം കിട്ടിയില്ല. നാട്ടിൽ പോകുന്ന തിരക്കാണ് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് തിക്കാവാൻ തുടങ്ങും. പിന്നെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം ഒരുപാട് അങ്ങ് തിക്കാവണ്ട, തണുക്കുമ്പോൾ നല്ലോണം ഒന്ന് തിക്കായിക്കോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും മതിയാവും. പിന്നെ ഒരുപാട് വെള്ളം പോലെ ആയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഇപ്പം നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ നല്ല പഴുത്ത മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നട്ട്സാണ്. നട്ട്സ് കുറച്ച് അധികം ചേർക്കാം. ഞാനിപ്പോൾ അത്രയൊന്നും ചേർത്തിട്ടില്ല. ബദാം, പിസ്ത, അതുപോലെ കാഷ്യൂ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ചേർക്കുക. റൈസിൻസ്. ഇനി ഇതിലേക്ക് 2 ചെറിയ പഴം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അനാറ് ചേർക്കുന്നുണ്ട്. ഒരു അനാറിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുന്തിരി, കറുത്ത മുന്തിരി ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ഇത്രയും ഫ്രൂട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ് കഴിപ്പിക്കാൻ പറ്റും, കാരണം അത്രയും ടേസ്റ്റിയാണ്. പിന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാനില ഐസ്ക്രീം കൂടി ഇട്ടിട്ട് സെർവ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ മിക്കപ്പോഴും. അപ്പോൾ ഐസ്ക്രീം കയ്യിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇത് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. നല്ല തണുപ്പോടെ സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടല്ലേ. എല്ലാവരും ഇതിന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും ഇത് തന്നെ കൊടുക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.